ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏത് എക്സാമും പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാഷ്യർ എക്സാം ഈ തവണ 18/8/2023 ഒരു കാഷ്യർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ഈ ഒരു എക്സാമിന് നമുക്കൊരു ബേസായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഞാൻ ഇടുന്നത്. ഇതിനൊക്കെ ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു മോഡലിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 1 by 1 ഓരോ ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗോൾ ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ്. ദ ഗോൾ ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഈസ് ടു അച്ചീവ്. നമ്മൾ കോപ്പറേഷൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മെമ്പേഴ്സിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ടാണ് അല്ലേ. അപ്പം മെമ്പർ സാറ്റിസ്ഫാക്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ കൂടിയവർക്ക് ഏകദേശം അത് മനസ്സിലായി കാണും. ദെൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഓഡിറ്റർ വിസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലർലി ആൻഡ് കണ്ടക്ട് ഓഡിറ്റ്. ഏത് ഓഡിറ്റിംഗ് ഒക്കെ നമുക്കുള്ളതാണ്. ഏത് ഓഡിറ്റിലാണ് ഒരു ഓഡിറ്റർ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്ത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ശരിക്കും കൺകറൻറ്റ് ഓഡിറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ് ദ ഇയറിൽ നടത്തുന്ന ഓഡിറ്റാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ അവിടുത്തെ എംപ്ലോയീസ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുക. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ചില സാമ്പിൾസ് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ഓഡിറ്റ് നടത്തുന്നതിനെയാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ അത് കണ്ടോളൂ, അതിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ചോദിക്കുന്നത്. ദെൻ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫിൽഡ് ബിഫോർ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫിൽഡ് ബിഫോർ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഓക്കെ, കോർപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ദെൻ ദ ടേം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കിടക്കുന്നതാണ്. ദ ടേം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി 5 years. Then as per section 72 registrar will appoint ലിക്വിഡേറ്റർ. കമ്പനി ലിക്വിഡേറ്ററിനെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ലിക്വിഡേറ്ററിനെ രജിസ്ട്രാറാണ് അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ ദ ഓഡിറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ആക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ്. ട്രാൻസാക്ഷൻ്റെയും ആക്ഷൻ മാനേജ്മെൻറ്റിൻ്റെയും ഓഡിറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആക്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കമ്പൽസറി ആയിട്ട് നമ്മൾ നടത്തേണ്ട ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇപ്പം കമ്പനീസ് എല്ലാം കമ്പൽസറി ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ കൊണ്ട് വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ICA ഇൻട്രൊഡ്യൂസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ. ഏത് വർഷമാണ് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1937. Then appointment of the returning officer for conducting election is by. Correct answer option A, State Cooperative Election Commission. Then which section of Kerala Cooperative Society at 1967 explain power of the board of director of cooperative audit? Correct answer option D, 64. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായി കാണും. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലാസ് വീഡിയോയിൽ. താങ്ക് യു.